ഗൈസ് അപ്പോൾ നമ്മളിന്ന് ബെയിൻ ബൈ കോളേജ് ചെയ്യാൻ പോവുകയാണ് അല്ലേ? കുറേ ദിവസം ആയിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ എല്ലാവരും ഊക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കല്ല, ഊക്കുമെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഒരു ദിവസത്തെ കോളേജിൽ എങ്ങനെ ഉണ്ടാവും എന്ന് കാണാം. എന്തായാലും ഫസ്റ്റ് പീരീഡ് ഇപ്പോൾ സാറ് വന്നിട്ടില്ല, ഞങ്ങൾ വൈകി ആലോചിച്ചതാണ് വ്ളോഗ് എടുക്കണമെന്ന്. പിന്നെ വേണ്ട വെച്ചു ഇതിങ്ങനെ വ്ളോഗ്. പിന്നെ സാറില്ലാത്ത കാരണം ഞങ്ങൾ പിന്നെ വ്ളോഗ് എടുക്കാൻ കരുതി. അതാ എങ്ങനെയായിരിക്കും ഗൈസ്? അപ്പോൾ വെൽക്കം ടു മൈ ഫസ്റ്റ് വ്ളോഗ് ആൻഡ് യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ക്ലാസ്സിലെങ്കിലും ക്ലാസ്സിലേക്ക് നടന്ന് അതെ അതറിഞ്ഞില്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്. അയ്യോ ഇനി ക്ലാസ്സിൽ കയറി എന്തൊക്കെ പറയുമോ? സാറില്ല പറഞ്ഞു. ഏയ് കഴിച്ച് ഇതാണ് ക്ലാസ്സിൽ വരാന്ത. സാറ് വന്നു. അപ്പൊ നമ്മള് ക്ലാസ്സിൽ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞു ഗൈസ്. അതെ ഫസ്റ്റ് പീരീഡ് നീ എന്തത് കഴിഞ്ഞു ഗൈസ്. സാറ് തെറി കിട്ടിയില്ല, ഭാഗ്യത്തിന് കിട്ടി. അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഞങ്ങൾ കയറി, അതുകൊണ്ട് തെറി കിട്ടിയില്ല, രക്ഷപ്പെട്ടു. പക്ഷെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കേണ്ടിയാന്നു ഒബ്വിയസ്ലി. അതുകൊണ്ട് എന്തെങ്കിലും മനസ്സിലായി. അതെ ഞങ്ങൾ പിന്നെ പ്രാക്ടീസ്റ്റുകളായതുകൊണ്ട് അടുത്തപ്പോഴും കാണാം. ഞങ്ങളങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞില്ല. നമ്മള് സെക്കൻഡ് പീരീഡ് മിസ് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ കോളേജ് പിന്നെ കോളേജ് കാട്ടിത്തരാന്ന് കരുതി അതിലും കൂടി ആയിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഓക്കെ പുറത്തേക്കുള്ളവര് ഇതാണ് ഞങ്ങളുടെ ക്രിക്കറ്റ് കോർട്ട് CC. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മെയിൻ ഹാങ്ങിങ് സ്പോട്ട്. എല്ലാവരും ഇവിടെ ഉണ്ടാവും, പക്ഷെ ഇപ്പോൾ ക്ലാസ് എടുക്കാനായിരിക്കും. നമ്മളിപ്പോൾ എത്തിച്ച കോളേജിൻ്റെ ക്യാൻറ്റീനിലാണ്. ഇതാണ് കോളേജിൻ്റെ ക്യാൻറ്റീൻ. പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാശില്ലാത്തതുകൊണ്ട് അതിനകത്ത് കയറാൻ പറ്റും. അതെ അതേറെ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അതിനകത്ത് കയറി പിന്നെ എന്തെങ്കിലും വല്ലതും വാങ്ങി തിന്നാൻ തോന്നി. അപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഹോസ്റ്റലിലാണ് ഫുഡ്. അപ്പോൾ കഴിക്കാൻ പോവുകയാണ്. ഒരു ഹായ് പറ. ഹായ് ഹോസ്റ്റലിൽ കഴിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ കഴിച്ചിട്ട് കാണാം. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. അതെ ഒരു കുടയും 3 പേര് ഇങ്ങനെയൊക്കെ ചിത്രം കാട്ടണം ഞങ്ങളെ കണ്ടു പഠിക്കണം. അയ്യോ ക്യാമറ അതെ അങ്ങനെയും പറയാം. ബ്ലോഗ് എടുക്കണോണ്ടാണോ എന്താ അറിഞ്ഞൂടാ 2 പീരീഡും ക്ലാസ് ഉണ്ടായിരുന്നില്ല. അതെ അതാകുമ്പോ ക്ലാസ്സേ ഉണ്ടാവില്ല. നമ്മുടെ പോണ വഴിയിലൊരു പട്ടിക്കുട്ടി. ഇതിന്റെ പേരെന്തായാലും കേവലം പറയാനുണ്ടോ ഈ വ്ളോഗിൽ? നല്ല സത്യങ്ങൾ തുറന്നു പറയാനുണ്ടോ? This is the ladies hostel of the UC of the country. ഇത് ഭയങ്കര എക്സ്ക്ലൂസീവ് ഒരു വീഡിയോ. അതെ എക്സ്ക്ലൂസീവ്. അതെ എക്സ്ക്ലൂസീവ് ആണ് നമ്മുടെ ഹോസ്റ്റൽ. ഇതാണ് ഞങ്ങളുടെ. ഇവിടെയാണ് ഫുഡ് കിട്ടുക, അവിടെയാണ് ഫുഡ് കിട്ടുക. പക്ഷെ അങ്ങോട്ടൊന്നും വ്ളോഗ് ചെയ്യാൻ പ്ലാനില്ല അല്ലേ. ഇതായിരുന്നു ഞങ്ങളുടെ ഫുഡ് അന്ന്. ചോറും പരിപ്പ് കറിയും പടവലങ്ങ തോരൻ മുളക് കൊണ്ടാട്ടം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് OTT ചെക്ക് ചെയ്യും. നമ്മുടെ ഹോസ്റ്റലിൻ്റെ ബിൽഡിങ്ങിൻ്റെ ബാക്കിലോട്ട് പോവുകയാണത്. സാധനം കരുതരാം. സാധനം
പോണു. ഇതാണ് മീശക്കാരൻ. കാരണം ഇവനൊരു മീശയുണ്ട്, കണ്ട പോയി. ഇവൻ ബ്ലാക്ക്, ഹീസ് ബ്ലാക്ക്. ഇനി യാപ്പറുണ്ട്, ചുമ്മാ യാപ്പിക്കൊണ്ടിരിക്കും. ഇപ്പം അവനെ കാണുന്നില്ല. അതാ ഇപ്പം അവന് യാപ്പൊന്നുമില്ല. ബാ അവിടെ എടുത്ത് ഇനി ക്ലോസപ്പ്. എന്താ വന്ന് കിടക്കണ ചത്തപോലെ കിടക്കാന്നൊക്കെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് തിരിച്ച് ഉച്ചക്കത്തെ ക്ലാസ്സിലേക്ക് പോകാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര മണി? 1:27. 1:30ക്കാണ് ക്ലാസ്. 1:27. ഇന്ന് പിന്നെയും നേരത്തെ ഇറങ്ങിയാൽ 1:30 കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. അത് വേറൊരു കാര്യം. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ടോ ഇല്ലയെന്ന് കണ്ടറിയാം. ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് റോബോട്ട്. അല്ല, പുള്ളിക്കാരൻ അതെ ഞങ്ങളുടെ ആങ്ങളെയാണ് ഗൈസ്. ആങ്ങളെ റോബോട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെയാണ് നടക്കുക. നമ്മുടെ VMH ഹാളിലാണ് ഇന്നത്തെ പരിപാടി തുടങ്ങുക. നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഉച്ചയ്ക്കത്തെ 2 പീരീഡും ക്ലാസ് ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഉണ്ടായിരുന്നു. വൈകുന്നേരം നമുക്ക് കോളേജിൽ ചെറുതായി പരിപാടിയുണ്ട്. DC ഡേ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ഇന്നാരാ വരുന്നത് DC ഡേക്ക്? പൈങ്കിളി മൂവിയിലെ അതെ അനശ്വര രാജനും നമ്മുടെ സ്വന്തം വന്നൊന്നൂടെ പോയി നോക്കാം. അതെ, പോയി നോക്കിയിട്ട് തുള്ളാൻ പറയാം. പിന്നെ തുള്ളാൻ, അതെ ഗസ്റ്റിനെ വേണം മാത്രമല്ല, തുള്ളാനാണ് മെയിനായിട്ട് പോകുന്നത്.
സോറി അപ്പൊ ഞാൻ ഡിലേറ്റ് കഴിച്ചേക്കാം. എങ്ങനെ ഉണ്ടാവും അറിയില്ലല്ലോ. സോറി എങ്ങനെയാണ് ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഡിലൈറ്റ് പോലെ ഉണ്ട്. Stop it. Get some help. ഞങ്ങൾ വഴി നിന്നിട്ടാണ് ഡിലേ റിവ്യൂ പറയണം. അപ്പം ഞങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കണം. സോറി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കമ്പയർഡ് ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് റോസ്റ്റ് നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. പരിപാടി അടിപൊളിയായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാം ഒരു തുള്ളിയവരെ എത്രയും ഇതിനെപ്പറ്റി നല്ല പറയും. അതെ ഗസ്റ്റൊക്കെ വന്ന് അടിപൊളിയായി തുള്ളി. അപ്പോൾ പിന്നെ അങ്ങനെ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാനായി. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ കോളേജ് ഡേ. ഇതാണ് അതെ വെരി റിയലിസ്റ്റിക്. ഇതാണ് എല്ലാ ദിവസവും അല്ല, ഞാൻ പരിപാടിയുള്ള ദിവസം നോക്കി എടുത്തതൊന്നുമല്ല. എല്ലാ യാദൃശ്ചികമായിട്ട് സംഭവിച്ചത്. അതെ, എല്ലാ ദിവസവും എങ്ങനെയാണ് വെരി റിയൽ. അപ്പോൾ എന്താണ് ബ്ലോഗ് ഇങ്ങനെ ഉണ്ടായിരുന്നു അറിയില്ല. എന്നാലും പകുതി ഓക്വേർഡ്നെസ്സും പകുതി ക്രിഞ്ചും പകുതി ഇതൊക്കെയായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ ഉള്ളതെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ശരി, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിക്കണം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എങ്കിലും ചെയ്തു പോയി ഗൈസ്. ലൈക്ക് എങ്കിലും ചെയ്തിട്ട് പോകുക. ഓക്കെ, ഇനി ഇങ്ങനത്തെ അടിപൊളി തകർപ്പനായി കാണാൻ എല്ലാവരും കാണാം. ഇനി കാണണമെങ്കിൽ കാണാൻ ഇറക്കിയ ഈ ബ്ലോഗ് ഇറക്കുകയാണെങ്കിൽ അടുത്ത ബ്ലോഗിൽ കാണാം. ഹിറ്റായ മാത്രം. അതെ, മാത്രം. അപ്പോൾ ഇനി അടുത്ത ബ്ലോഗ് കാണാൻ വരെ.